എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് തന്നെ ഞാൻ കരുതുന്നു. ഇവിടെ എനിക്ക് ഒരുവിധ സുഖം തന്നെ. നിങ്ങളെല്ലാവരും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ഞാൻ ഈശ്വരനോട് എന്നും പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ നിങ്ങൾ ഓരോരുത്തരും എന്നോട് കാണിക്കുന്ന സപ്പോർട്ടിന് ഞാൻ ആദ്യമേ തന്നെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇന്ന് ഞാൻ കിച്ചണിലെ ഒരു റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കപ്പയും മീൻ കറിയും പഴയകാല ഓർമ്മ, പഴയകാലത്ത് ഉണ്ടാക്കുന്ന അതേ രീതിയിൽ ആണ് ഞാനിന്ന് ഉണ്ടാക്കിയത്. നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇന്ന് എനിക്ക് കിച്ചണിൽ കിട്ടിയിരിക്കുന്ന മീൻ അയലയാണ്. നമ്മുടെ നാട്ടിൽ അയല എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണെന്ന് അറിഞ്ഞുകൂടാ. നല്ല ഫ്രഷ് അയലയാണ്. ഇതിൽ നിന്നും 2 എണ്ണം ഞാനെടുത്ത് പഴയ കാലത്ത് അനുസ്മരിപ്പിക്കുന്ന ഒരു കറി വയ്ക്കാൻ പോവുകയാണ്. അയല മീനിന് ഞാൻ അരയ്ക്കാൻ പോകുന്ന സാധനങ്ങൾ ഇത്രയൊക്കെയാണ്. കുറച്ച് തേങ്ങ, പഴയ കാലത്ത് വയ്ക്കുന്നത് പോലെയാണ്. തേങ്ങ, കുറച്ച് നമ്മുടെ വാളംപൊടി, പിന്നീട് ഇതിൽ ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 2-3 ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു തുള്ളി എണ്ണ ഒഴിച്ച് ചൂടാക്കി വറുത്ത് വെച്ചൊക്കെയാണ്. ഇത്രയും മിക്സിയിലിട്ട് അരച്ചിട്ട് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന അയലയിലേക്ക് ചേർത്ത് തിളപ്പിക്കും. അപ്പോൾ അയലയിൽ ചേർക്കുന്നതിന് വേണ്ടി ഞാൻ മുരിങ്ങയ്ക്ക, പച്ചമുളക്, പിന്നെ പഴയ കാലത്ത് ഇഞ്ചി ചേർക്കത്തില്ല. ഞാനൊരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഗ്യാസിനൊക്കെ നല്ലതല്ലേ എന്ന് വിചാരിച്ച്. എന്നിട്ട് ഇതും കൂടെ ചേർത്ത് അരച്ച് കലക്കി തിളപ്പിച്ച് വെണ്ണ ഒഴിച്ച് കുറുക്കി വാങ്ങും. പഴയ കാലത്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ കുഞ്ഞുനാളിൽ മീൻ കറി വെച്ച് കൂട്ടിക്കൊണ്ടിരുന്നത്. വെളുത്തുള്ളിയോ ഇഞ്ചിയോ അതൊന്നും ചേർക്കില്ല. ഇത്രയും കൂടെ തേങ്ങ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇന്നങ്ങനെ ആ പഴയ ഒരു ഓർമ്മ പുതുക്കാമെന്ന് വിചാരിച്ച് ഞാനിനി ഇതിനെ മിക്സിയിൽ അരയ്ക്കട്ടെ. മീൻ ക്ലീൻ ചെയ്ത് മുരിങ്ങയ്ക്കയും പച്ചമുളകും, അരിഞ്ഞ മുരിങ്ങയ്ക്കയും പച്ചമുളകും ഇഞ്ചി അതോടൊപ്പം ചേർത്ത് ഇനി ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാതിനൊക്കെ ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഗ്യാസ് കത്തിച്ച് വയ്ക്കാൻ പോവുകയാണ്. മീൻകറി തിളയ്ക്കുന്നുണ്ട്, റെഡിയായില്ല. ഇതിലേക്ക് ഇനി കുറച്ചുകൂടെ കുറുകിയതിന് ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യും. ഇങ്ങനെയാണ് പണ്ട് കാലത്തൊക്കെ നമ്മൾ മീൻ കറി വയ്ക്കുന്നത്. എന്തൊരു ടേസ്റ്റ് ആയിരിക്കും എന്നാ, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കപ്പ അതാ പ്രത്യേകം വേകാറായി. കുക്കറിലിട്ടാൽ തീരെ പായസം പോലെ ആയിപ്പോവും. എനിക്ക് കപ്പ പുഴുക്ക് നല്ല പായസം ഒന്നും ഇഷ്ടമല്ല, കുറച്ചൊക്കെ തരികളൊക്കെ വേണം. അതുകൊണ്ടാണ് ഞാൻ അടുപ്പിലിട്ടത്. അയല മീനൊന്നും ചെയ്തില്ല, വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നു. അതിൻ്റെയൊക്കെ എൻ്റെ അടുത്ത വിശേഷം കാണിച്ചു തരാം. ഇതിൽ നിന്ന് ഒരു കപ്പ എടുത്ത് തോട് കളഞ്ഞ് അരിഞ്ഞ് ഇത് പുഴുക്കുണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. കപ്പ പുഴുക്കും മീൻ കറിയും നല്ല കോമ്പിനേഷൻ അല്ലേ? എന്താ ഒരു കോമ്പിനേഷൻ അല്ലേ? അതുകൊണ്ട് ഞാനിനി ഇതിനെ പുഴുക്കുണ്ടാക്കണം, അയല മീൻ കറിയും വയ്ക്കണം. എൻ്റെ കപ്പ പുഴുക്ക് കണ്ടോ, നല്ല പാറ പോലെ ഉറച്ചിരിക്കുന്നു. പിന്നെ ഇതിനോട് ഞാൻ ചേർത്തിട്ടുള്ളത് ഒരു നുള്ളു മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചെറിയ 2 അല്ലി വെളുത്തുള്ളി, ഒരു നുള്ള ജീരകം, ഒരു ചെറിയ പീസ് ഇഞ്ചി ഓപ്ഷണലാണ്, പിന്നെ ഒരു 2 ടീസ്പൂൺ ചെറിയ തേങ്ങ കൂടെ ചേർത്തു, കറിവേപ്പില, ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി. പണ്ട് കാലത്ത് കപ്പ ഇളക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനമുണ്ട്, ഇതുപോലത്തെ തടിയിട്ട്, ഇതുപോലെയല്ല, ഇത് വേറെ ഷേപ്പിലിരിക്കും. അതിനെ തുടുപ്പെന്നാണ് നമ്മൾ പറയുന്നത്. ഈ തുടുപ്പ് ഈ പനമരം, നമ്മളെ നൊങ്ക് പനമരത്തിലെ നിന്നാണ് ഉണ്ടാക്കുന്നതെന്നാണ് അന്ന് കാലത്ത് പണ്ട് ഞാൻ കേട്ടിട്ടുള്ളത്. ഇന്ന് ആ തുടുപ്പ് കാണാനില്ല ഒരിടത്തും. എല്ലാവരും തവി കൊണ്ടോ ചട്ടുകം കൊണ്ടോ ഇതുപോലെയുള്ള സാധനങ്ങൾ കൊണ്ടുമാണ് ഇങ്ങനെ പുഴുക്കുണ്ടാക്കുന്നത്, ഇളക്കുന്നത്. ഇനി അങ്ങനെ മീൻകറി റെഡിയായി, കപ്പ പുഴുക്കും റെഡിയായി, ചോറും റെഡിയായി. ഇനി കഴിച്ചാൽ മാത്രം മതി. നിങ്ങൾക്കൊക്കെ ജോലി തീർന്നോ? ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ്. ചോറ്, കപ്പ, മീൻകറി 3 ഉണ്ടാക്കിയിട്ടുള്ളൂ, പച്ചക്കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, വേറെ ആരും ഇല്ലല്ലോ. മീൻകറി, അയല മീൻകറിയും കപ്പയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. മുരിങ്ങയ്ക്ക, ഞാനിനി കഴിക്കട്ടെ, ഊണ് കഴിക്കട്ടെ. കപ്പ, ചോറും മീൻകറി.
പച്ചക്കറിയൊന്നും ഉണ്ടാക്കില്ല. നമ്മൾ പ്രത്യേകിച്ച് വയസ്സായവർ പച്ചക്കറി കൂടെ എന്നും കഴിക്കണം. ഞാനിന്ന് വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചോളാം. അയലക്കറി ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റാണ്. കപ്പ ഇളക്കിയതും അയലക്കറിയും നല്ല കോമ്പിനേഷനാണ്. മുരിങ്ങയ്ക്ക, മെയിനിട്ടില്ല മുരിങ്ങയ്ക്ക. അയല കഷ്ണം ഇത്രയും കഴിക്കട്ടെ. ഇത്രയും ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.